പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് ക്യാമൽ മീറ്റ് കിട്ടി. അപ്പോൾ അതുണ്ടാക്കുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ക്യാമൽ മീറ്റിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. 2 കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. ഇതിന് നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിക്കുന്നതാണ് നല്ലത്. ഒരു 5-6 വിസിൽ അടിച്ചാൽ നല്ലപോലെ വേവും. ഉണ്ണേട്ടനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിതുവരെ ഇത് ഉണ്ടാക്കിയില്ല, അപ്പോൾ കഴിച്ചിട്ടുമില്ല. ഉണ്ണേട്ടന് കഴിക്കുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഉണ്ണേട്ടനാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ സഹായിച്ചു. ഇതാണ് ഇതിൻ്റെ ചേരുവകൾ: 3 വെള്ളിയുള്ളി, 3 നല്ല പഴുത്ത തക്കാളി, വത്തല്ലി, വെളുത്തുള്ളി, ഒരു 50 ഗ്രാം ഇഞ്ചി, 4 പച്ചമുളക്, ഒരു പിടി കറിവേപ്പില. ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് നല്ലത് ഇതിന്. ഉള്ളി ഇട്ട് വഴറ്റുക. ഒരു സ്പൂൺ മഞ്ഞൾ ഇടുക, ഒരു കുറച്ച് ഉപ്പ് ഇടുക. എന്നാൽ നല്ല പെട്ടെന്ന് ഫ്രൈ ആയിട്ട്. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ളതല്ല. ഇതിൽ കുറച്ചാണെങ്കിൽ കുറച്ച് മഞ്ഞളല്ലേ വേണ്ടു. നമ്മൾ 1 കിലോൻ്റെ ആവശ്യത്തിലുള്ള മഞ്ഞൾ ഇടുക, സ്വല്പം ഉപ്പ് ഇടുക. അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. കുക്കറിലാണ് എളുപ്പം കഴിയില്ല. ഉള്ളി ഈ പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇടുക. വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് തക്കാളി ചേർത്ത് അതും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക. തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത്തിരി സമയം പിടിച്ചിട്ടാണെങ്കിലും നല്ലതുപോലെ വഴറ്റി. തക്കാളി സോഫ്റ്റ് ആയതിനു ശേഷം മസാലയ്ക്ക് ആവശ്യമുള്ള മുളക് പൊടി അല്ലേ, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മതിയാ, 1 സ്പൂൺ മസാല. ഇതാണ് ഗരം മസാല. ഗരം മസാലൻ്റെ കുറച്ച് പൊടി വേണം. ഇത് നല്ലോണം ചൂടാക്കി മിക്സാക്കുക. മസാല എല്ലാം റെഡി ആയിട്ട് എടുത്തത് നമ്മൾ വേവിക്കാൻ വെച്ച ഒട്ടകത്തിൻ്റെതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വെച്ച് നല്ല മണം വരുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി അത് മസാലയിലേക്ക് മിക്സ് ആക്കണം. ഇനിയും വേവിച്ചത് മൊത്തം അതിലേക്ക് ഇടുക. മീറ്റ് ചേർത്തതിന് ശേഷം അത് കുറച്ച് സമയം നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതതിൻ്റെ ഗ്രേവിയോ അതും കൂടെ നല്ലതുപോലെ മിക്സായി വരുന്നവരെ വഴറ്റി എടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലോണം അടച്ചു വെച്ച് 10 മിനിറ്റ് സ്ലോയിലാണ് വേവിച്ചാൽ സംഭവം റെഡി. ഇതിന് നമ്മൾ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയത് നല്ല അടിപൊളി നാടൻ കപ്പയാണ്. ഫ്രഷ് കപ്പയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും ചെയ്യണം.